നമസ്കാരം. എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച പല കാര്യങ്ങളിലും ദുരൂഹത തുടരുന്നു. ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയും മാധ്യമങ്ങൾക്ക് കേസിൽ താൽപര്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നവീൻ ബാബുവിന്റെ കുടുംബം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനം സ്ഥിരീകരിച്ച് അതിനെ ആധാരമാക്കിയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ അന്വേഷണമാകട്ടെ പി ദിവ്യയെ രക്ഷിക്കാൻ ലക്ഷ്യമിട്ടതാണെന്നുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് കുടുംബത്തിന്റെ, വിശേഷിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ആ ദൗത്യത്തിൽ പൊതുസമൂഹത്തിന്റെ പിന്തുണയുമുണ്ട്. പോലീസ് അന്വേഷണം എങ്ങും എത്താതെ ഇഴഞ്ഞു നീങ്ങുകയാണ്. പി ദിവ്യയുടെ ജയിൽവാസവും രാജിയും ഒഴിച്ചാൽ എ.ഡി.എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തിലെ പല കാര്യങ്ങളിലും ദുരൂഹത തുടരുകയാണ്. പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബു ജീവനൊടുക്കിയിട്ട് 1 മാസം കഴിഞ്ഞിട്ടും തുടക്കത്തിൽ ഉയർന്ന പല ചോദ്യങ്ങൾക്കുമാണ് ഇപ്പോഴും ഉത്തരമില്ലാത്ത അവസ്ഥയുള്ളത്. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്ന് ധൃതി പിടിച്ച് തീരുമാനിച്ചതിന്റെ പിന്നിലും ഗൂഢാലോചനയുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഈ ആത്മഹത്യ തിയറി വിജയിപ്പിച്ചെടുക്കാനാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒരുക്കിയതെന്നും ജാമ്യം കിട്ടുന്ന സാഹചര്യം സൃഷ്ടിച്ചതെന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട്. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയാണ്, കൊലപാതകമല്ല എന്ന തിയറി വിജയിപ്പിച്ചെടുക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഗൂഢാലോചനയുടെ ഫലമായി മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷിക്കാതെ മറച്ചുവെക്കുന്നു എന്ന സംശയവും ഉയരുന്നുണ്ട്. ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന സംശയം ഉയർന്ന സാഹചര്യത്തിൽ അന്വേഷണം CBI ഏറ്റെടുക്കുമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കണമെന്ന അഭിപ്രായവും ശക്തമായി ഉയരുന്നുണ്ട്. വളരെ ബുദ്ധിപൂർവമാണ് ഇതിന് പിന്നിലെ ഗൂഢസംഘം പ്രവർത്തിച്ചത്. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ഈ സംഘം ആദ്യം മുതലേ തങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന പൊതുധാരണ ഉണ്ടാക്കിയെടുത്തു. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദിവ്യയെ തൽക്കാലം ജയിലിലേക്ക് അയച്ച ശേഷം പുറത്തെത്തിച്ചു. 2 ആഴ്ച ജയിലിൽ കിടന്ന ദിവ്യയെ കാത്ത് ഭാവിയിൽ മന്ത്രിസ്ഥാനം വരെ ഉണ്ടായേക്കാം. എന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് എന്നും തീരാ നഷ്ടം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ അടിയന്തരമായി ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടണമെന്ന അഭിപ്രായം ഉയരുന്നുണ്ട്. ദുരൂഹതകളുടെ ഈ കെട്ട് തന്നെ ഈ സംഭവത്തിലുണ്ട്. കളക്ടർ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് റിപ്പോർട്ടുണ്ടാക്കി നവീൻ ബാബുവിനെ ആരോപണ മുൾമുനയിൽ നിർത്തി ദിവ്യയ്ക്ക് ജാമ്യം നേടി. എന്നാൽ ചർച്ച നടക്കേണ്ടത് നവീൻ ബാബുവിന്റെ ദുരൂഹമായ മരണത്തെക്കുറിച്ച് തന്നെയാണ്. പോലീസ് ഇതുവരെ ജനങ്ങളോട് പറഞ്ഞതനുസരിച്ച് നവീൻ ബാബു കളക്ടറേറ്റിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം 3 തവണയെങ്കിലും ഓട്ടോയിൽ കയറി കാണണം. വൈകുന്നേരം മുനീശ്വരൻ കോവിലിൽ നിന്നും നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് പോയി എന്നാണ് പോലീസ് പറയുന്നത്. ആ പോയതൊരു ഓട്ടോയിലായിരിക്കണം. കുറച്ചു കഴിഞ്ഞ് ക്വാർട്ടേഴ്സിൽ നിന്ന് നവീൻ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്ന് പറയുന്നു. സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ പോയതിനാൽ നവീൻ ബാബു അവിടെ പുലർച്ചെ 1:30 വരെ ഇരുന്നു എന്നും പറയുന്നു. അതിനുശേഷം വീണ്ടും ഓട്ടോ പിടിച്ച് പള്ളിക്കുന്നിലേക്ക് പോയി. നവീൻ സഞ്ചരിച്ച ഈ 3 ഓട്ടക്കാരെ ഇതുവരെയും കണ്ടെത്തിയോ? ഇല്ലെങ്കിൽ ഇവരെവിടെ? ഈ 3 പേരുടെ വിശദാംശങ്ങൾ എവിടെ? തുടങ്ങിയ ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. 3 തവണ ഓട്ടോയിൽ കയറുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പോലീസിന് കിട്ടിയില്ല? ഇവിടെയുള്ള ദുരൂഹത നിലനിൽക്കുകയാണ്. മാതൃഭൂമി പത്രത്തിൽ ആ സമയത്ത് വന്ന വാർത്ത പ്രകാരം നവീൻ ബാബു ക്വാർട്ടേഴ്സിൽ നിന്നും അല്പം വൈകി ഇറങ്ങി. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ട്രെയിൻ മിസ്സായതുകൊണ്ട് കുറേ നേരം ബെഞ്ചിലിരുന്നുവെന്നും റെയിൽവേ പാളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുവെന്നും 1:30 മണിയോട് തിരിച്ചുപോയി എന്നും CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു എന്നാണ് വന്നത്. ആ വാർത്ത പോലീസിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു CCTV ദൃശ്യം പോലീസ് കണ്ടെടുത്തോ? CCTV ദൃശ്യങ്ങളിലുള്ള നവീൻ ബാബു തന്നെയാണോ? എന്നാൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് മറുനാടൻ നടത്തിയ അന്വേഷണത്തിൽ നവീൻ ബാബു സ്റ്റേഷനിൽ എത്തിയിട്ടേയില്ല. CCTV ദൃശ്യവുമില്ല. സ്റ്റേഷനിൽ ഇരുന്നയാൾ നവീൻ ബാബുവുമല്ല. ആരാണ് ഇങ്ങനെയൊരു വ്യാജ കഥ ചമച്ചതെന്നാണ് അറിയേണ്ടത്. നവീൻ ബാബു റെയിൽപാളത്തിലൂടെ നടന്നു എന്ന കള്ളക്കഥയും അക്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. ആത്മഹത്യ താല്പര്യമുള്ളതുകൊണ്ട് ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിക്കാൻ ഒരുക്കിയെന്ന കഥ വരുത്തി തീർക്കാനായിരുന്നു പോലീസ് മെനച്ച കള്ളക്കഥ. പോലീസ് എന്തിനിങ്ങനെ ഒരു കള്ളക്കഥ ചമച്ചത് എന്ന ചോദ്യവും നിലനിൽക്കുന്നു. എന്തായാലും A.D.M. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളാണ് ഉള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള സംശയങ്ങളുടെ മേൽ പോലീസിന്റെ കൃത്യമായ അന്വേഷണം എത്തുന്നില്ല എന്ന വലിയ രീതിയിലുള്ള വിമർശനവും നിലനിൽക്കുന്നുണ്ട്.